കൂൺ വെച്ചിട്ട് നമ്മൾ കറിയും ഫ്രൈയും ഒക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ അത് മാത്രമല്ല, നമ്മൾ ചിക്കൻ 65 ഗോപി മഞ്ചൂരിയ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കിയാലോ. അതിന് ആവശ്യം മൊട്ടുകൂണാണ്. ഇതുപോലെയുള്ള കൂണുകൾ ഇപ്പം നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന സമയങ്ങളിലാണെങ്കിൽ പറമ്പിലെ കൂണുകൾ നമുക്ക് മുട്ടുകൂണ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഇതുപോലെയുള്ള മുട്ടുകൂണുകളാണ് ഇതിനാവശ്യം. വിരിഞ്ഞ കൂണുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പം മീഡിയം സൈസിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. കൂണ് വാങ്ങി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് ഒരു 2-3 പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിന് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞളും ഇളം ചൂടുവെള്ളവും ചേർത്തിട്ട് കഴുകിയെടുക്കുന്നത് ആദ്യം. അപ്പം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണം. ലൂസാകാൻ പാടില്ല. ഒരു പേസ്റ്റ് പരുവത്തിലാണ് നമുക്കിത് ആക്കിയെടുക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇവിടെ ബാറ്റർ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല കൂണിൽ പിടിക്കത്തക്ക വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ മസാലയിൽ ചേർത്ത കൂണ് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2-3 പ്രാവശ്യം ഇത് തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആയതിന് ശേഷം ഇത് നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള ഒരു കൂൺ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂൺ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും. വളരെ ടേസ്റ്റുള്ള ഒരു കൂൺ ഫ്രൈ ആണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണ്. ഇപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.